അമേരിക്കയും ഇസ്രയേലും കഴിഞ്ഞ ദിവസം നടത്തിയ ആണവ ചർച്ചകൾ പൂർണ്ണ പരാജയത്തിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇറാന് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നാണ് ഇറാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രയേലിലുള്ള അമേരിക്കൻ എംബസി, ഇസ്രയേലിലുള്ള ഖുദ്സ്, അതുപോലെ തന്നെ ജെറുസലം, ബെയ്റൂത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും അമേരിക്കൻ പൗരന്മാർ മാറി നിൽക്കുകയും പൂർണ്ണ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന പ്രത്യേകമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ മുന്നറിയിപ്പ് വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യയുടെ ആർട്ടിയാണ്. അസിഫാറത്തുൽ അംരീഖിയ ഫിൽ ഖുദ്സ് തുഅദ്ദിറു റആയഹ മിൻ മുഗാദറത്തിൽ ഖുദ്സ് വതൽ ലബീബ് വബിറുസ്സബ. ബിറുസ്സബ എന്നറിയപ്പെടുന്നത് ലബനാനോട് ചേർന്ന ഭാഗമാണ്. മാത്രമല്ല, ഈ ഭാഗങ്ങളിലായിരിക്കും ഒരുപക്ഷെ ആക്രമണങ്ങളുടെ സാധ്യത. ഇറാന്റെ ഭാഗത്തുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിർദ്ദേശം എന്നാണ് ഇതിനെക്കുറിച്ച് എംബസി പറയുന്നത്. അതേസമയം എന്താണ് ആണവ ചർച്ചയിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ യോജിപ്പിൽ എത്താത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം? അമേരിക്കൻ പത്രമായ വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത് അമേരിക്ക 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളെയും ഇറാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത്, കഴിഞ്ഞ ജൂൺ 12 അമേരിക്ക ആക്രമണം നടത്തിയ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ഫോർദോ, നദാൻസ്, അതുപോലെ തന്നെ ഇസ്ഫഹാൻ, ഈ 3 സൈറ്റുകൾക്ക് നേരെയായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയത്. എന്നാൽ ഈ 3 ആണവ റിയാക്ടറുകളും പൊളിച്ചു നീക്കണമെന്നാണ് അമേരിക്ക ഒന്നാമതായി മുന്നോട്ട് പറഞ്ഞ പോയിന്റ്. ഈ കാര്യം ഇറാൻ അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ട്രാൻസ്ഫറിങ് ആൾ റിമൈനിങ് എൻറിച്ച് യുറേനിയം ആണ്. ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് അമേരിക്കയിലേക്ക് മാറ്റണമെന്നാണ് പറയുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 10,000 കിലോഗ്രാം എന്നാണ്. അത്രയുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിലേക്ക് മാറ്റണമെന്ന ആവശ്യമായിരുന്നു മറ്റൊരു കാര്യം. ഇറാനുമായി ഇപ്പോൾ ന്യൂക്ലിയർ കരാർ നടത്തുകയാണെങ്കിൽ ആ കരാർ അത് എക്സ്പയർ ആകാൻ പാടില്ല. അതായത് 2015 കരാർ പോലെ നിശ്ചിത കാലത്തേക്ക് എന്ന് പറയുന്ന രൂപത്തിലാകാൻ പാടില്ല. അത് പെർമനന്റ്ലി ആയിട്ടുള്ള ഒരു കരാറായിരിക്കണം എന്നാണ് അമേരിക്ക പറയുന്നത്. ലോകത്ത് തന്നെ വിചിത്രമായ ചില കരാറുകളാണ് ഇതൊക്കെ. കാരണം ഏത് സമയത്തും ഏത് കരാറുകൾക്കും ഒരു തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ ഡേറ്റ് ഉണ്ടാകും, ഒരു പീരീഡ് ഉണ്ടാകും എന്നതിൽ സംശയമില്ല. എന്നാൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളൊന്നും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചർച്ച പൂർണ്ണ പരാജയത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇനി അമേരിക്കയുടെ നീക്കം എന്തായിരിക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.